ഏറ്റവും പുതിയ സിനിമാ ലൊക്കേഷൻ വിശേഷങ്ങളുമായി എത്തിയിരിക്കുന്ന അറ്റ്ലസ് ജ്വല്ലറി ഷൂട്ട് ആൻഡ് ഷോയിലേക്ക് ഏവർക്കും സ്വാഗതം. വെൽക്കം ടു എ ഗ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് അറ്റ്ലസ് ജ്വല്ലറി ഷൂട്ട് ആൻഡ് ഷോ. സച്ചിദാനന്ദൻ ആര്യപാടം ഗ്രാമത്തിലെ കൃഷി ഓഫീസറാണ്. നന്മയും സാമൂഹ്യ ബോധവും ചെയ്യുന്ന ജോലിയിൽ 100% ആത്മാർത്ഥതയുള്ള സച്ചിദാനന്ദൻ വിവാഹിതനാണ്. ശ്യാമയാണ് ഭാര്യ. ഒരു കുഞ്ഞുമുണ്ട്. വീട്ടുകാർ നിശ്ചയിച്ചുറപ്പിച്ച വിവാഹമാണ് ഇവരുടേത്. ഏവർക്കും പ്രിയപ്പെട്ട ഇവരുടെ ജീവിതത്തിൽ ഇവരറിയാതെ പ്രശ്നങ്ങൾ തുടക്കം കുറിക്കുമ്പോൾ ഇവരുടെ സ്വപ്നങ്ങൾ തകരുകയാണ്. ഓർഡിനറി, 3 ഡോട്ട്സ് എന്നീ സിനിമകൾക്ക് ശേഷം സുഗീത് സംവിധാനം ചെയ്യുന്ന ഒന്നും മിണ്ടാതെയിൽ ശ്യാമയായി എത്തുന്നത് മീര ജാസ്മിൻ ആണ്. ആര്യപാടം ഗ്രാമത്തിലെ നന്മ നിറഞ്ഞ കൃഷി ഓഫീസറായി എത്തുന്നത് ജയറാമാണ്. കുടുംബജീവിതത്തിലെ രസകരമായ സംഭവങ്ങൾ പറയുന്ന ഈ സിനിമയുടെ ഷൂട്ടിംഗ് തൃശ്ശൂരിൽ ആരംഭിച്ചു. ചാപ്റ്റേഴ്സിന് ശേഷം സലിം സേഠ് നിർമ്മിക്കുന്ന ഈ സിനിമയിൽ മനോജ് കെ ജയൻ, ശ്രിത ശിവദാസ്, ധർമ്മജൻ, ജോയ് മാത്യു എന്നീ താരങ്ങളും അണിനിരക്കുന്നു. രാകേഷ് രാഘവനാണ് ഈ സിനിമയുടെ തിരക്കഥ എഴുതിയിരിക്കുന്നത്. ഫൈസൽ അലിയാണ് ഛായാഗ്രഹകൻ.
ശേഷം ജയസൂര്യയും ബോബൻ സാമുവലും ഒന്നിക്കുന്ന പുതിയ സിനിമയുടെ ചിത്രീകരണം എറണാകുളത്ത് പുരോഗമിക്കുന്നു. അപർണ ഗോപിനാഥാണ് ഇതിലെ നായിക. ലാൽ മറ്റൊരു ശക്തമായ കഥാപാത്രത്തെ ഈ സിനിമയിൽ അവതരിപ്പിക്കുന്നു. ഇനിയും പേരിട്ടിട്ടില്ലാത്ത ഈ സിനിമയുടെ തിരക്കഥ താങ്ക് യു എന്ന സിനിമയിലൂടെ ശ്രദ്ധേയനായ അരുൺലാലാണ് നിർവഹിക്കുന്നത്. ഹരിനാരായണന്റെ വരികൾക്ക് ഗോപി സുന്ദർ ഈണം പകരുന്നു. ഫ്രൈഡേയുടെ വിജയത്തിന് ശേഷം ലിജിൻ ജോ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ സിനിമയായ ലോ പോയിന്റിൽ കുഞ്ചാക്കോ ബോബൻ നായകനായി എത്തുന്നു. ഒരു അഡ്വക്കേറ്റിന്റെ ജീവിതത്തിൽ നടക്കുന്ന രസകരമായ സംഭവങ്ങളാണ് ഈ ചിത്രം പറയുന്നത്. ശരിക്കും ലോ പോയിന്റ് ചാക്കോച്ചൻ്റെ കൂടെ വീണ്ടും ഒരു ഫിലിം ലോ പോയിന്റ് വളരെ ഹാപ്പിയാണ്. കാരണം മായ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഇപ്പം ഞാൻ ഇത്രയും ചെയ്തതിൽ വെച്ചിട്ട് ഈ 3-4 ഫിലിംസിൽ വെച്ചിട്ട് ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടർ. എനിക്ക് തോന്നുന്നു എപ്പോഴും നിങ്ങളെല്ലാവരും ഓഡിയൻസ് എപ്പോഴും എന്നെ കണ്ടുകൊണ്ടിരുന്നത് ഒരു നാടൻ കൈൻഡ് ഓഫ് ക്യാരക്ടറായിട്ട് ഒരു രൂപത്തിലാണ്. പക്ഷേ ഈ ഫിലിമിൽ ഒരു അൾട്രാ മോഡേൺ ആയിട്ടുള്ള ഗേളാണ് മായ എന്ന് പറയുന്നത്. വളരെ എന്താ പറയുക, ഓരോ കാര്യങ്ങളും ഭയങ്കര പ്രീ പ്ലാൻഡ് ആയിട്ട് ചെയ്യുന്നൊരു പെൺകുട്ടിയാണ് മായ. ശരിക്കും എനിക്ക് തോന്നുന്നു ഒരുപാട് പെർഫോം ചെയ്യാനുണ്ട്. ഒരു വളരെ സെറ്റിൽഡ് ആയിട്ടാണെങ്കിൽ പോലും ഒരുപാട് പെർഫോം ചെയ്യാനുള്ള ക്യാരക്ടറാണ്. പിന്നെ ചാക്കോച്ചൻ്റെ കൂടെ പുലിക്ക് ശേഷം ട്രാഫിക്കിൻ്റെ ഫസ്റ്റ് ഫിലിം ചാക്കോച്ചൻ്റെ കൂടെ തന്നെ ആയിരുന്നു ട്രാഫിക്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കോമ്പോ ഒന്നും ഉണ്ടായിരുന്നില്ല. വീണ്ടും പുലി അതിനുശേഷം ലോ പോയിന്റ്. വളരെ കംഫർട്ടബിൾ ആയിട്ടൊരു ആർട്ടിസ്റ്റാണ് ചാക്കോച്ചൻ്റെ കൂടെ. ചാക്കോച്ചൻ ഭയങ്കര സ്പേസ് തരും നമുക്ക്. നമ്മൾ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് സ്പേസ് തരുന്നൊരു ആർട്ടിസ്റ്റാണ്. പിന്നെ ലിജിൻ ചേട്ടൻ വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ളൊരു ഡയറക്ടറാണ്. ഫ്രൈഡേക്ക് ശേഷം ലിജിൻ ചേട്ടൻ ചെയ്യുന്ന ഫിലിം ഓരോ കാര്യങ്ങളും ലിജിൻ ചേട്ടൻ്റെ മനസ്സിലുണ്ടാവും. ഇന്ന ക്യാരക്ടർ ഇന്നതുപോലെ ചെയ്യണം, ഇന്ന എക്സ്പ്രഷൻസ് കൊടുക്കണം എന്ന ഒരു രൂപം കറക്റ്റായിട്ട് ലിജിൻ ചേട്ടൻ്റെ മനസ്സിലുണ്ടാവും. അത് ശരിക്കും അദ്ദേഹം ആ കറക്റ്റ് ഒരു പോയിന്റിൽ എത്തുന്നവരെ നമ്മളെ കൊണ്ട് ഒരുപാട് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. എനിക്ക് തോന്നുന്നു പേഴ്സണലി നമുക്ക് ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും ലിജിൻ ചേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ. വളരെ സന്തോഷമുണ്ട് ഈ ഫിലിം ചെയ്യാൻ കഴിഞ്ഞതിന്.
സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു ലീഗൽ ത്രില്ലറാണ്, പക്ഷേ ഒരു ലൈറ്റായിട്ടുള്ളൊരു ലീഗൽ ത്രില്ലറാണ്. കഥ തുടങ്ങുമ്പോൾ ശരിക്കും വളരെ ലൈറ്ററായിട്ട് തുടങ്ങുകയും കുറച്ച് സരസമായിട്ടുള്ള മൂമെൻറ്റ്സ് സീനുകളും ഒക്കെ കൂടെ കടന്നു പോവുകയും പിന്നെ നമ്മൾ വിചാരിക്കാത്ത പ്രേക്ഷകർ എക്സ്പെക്റ്റ് ചെയ്യുന്നതിനപ്പുറമുള്ള എന്തെങ്കിലും ഒരു സാധനം കൊടുക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്ന ഒരു സസ്പെൻസൊക്കെ ഉള്ളൊരു ചിത്രമാണ് ലോ പോയിൻറ്റ്. നവാഗതനായ ഒരു തിരക്കഥാകൃത്താണ് ദേവദാസ്. അദ്ദേഹവും ഒരു ലോയറാണ്. അദ്ദേഹമാണ് ഇതിൻ്റെ തിരക്കഥയും സംഭാഷണങ്ങളും കൈകാര്യം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ കഥ പറയാനായിട്ട് ദേവദാസ് വരുമ്പോൾ ഇതിൻ്റെ പ്രൊഡ്യൂസർ ഡേവിഡ് കാച്ചപ്പള്ളിയായിട്ടാണ് വരുന്നത്. ഡയറക്ടറും പ്രൊഡ്യൂസറും സ്ക്രിപ്റ്റ് റൈറ്ററും കൂടി ഇത് വന്നിട്ട് കഥ പറയുന്നതിനേക്കാൾ ഉപരി അവർ ഇതിൻ്റെ സ്ക്രിപ്റ്റ് എനിക്ക് തരികയായിരുന്നു. അപ്പോൾ വായിച്ചിട്ട് അഭിപ്രായം പറഞ്ഞാൽ മതി, ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്ക് ചെയ്യാമെന്നുള്ള രീതിയിൽ അവർ പറഞ്ഞു. അപ്പോൾ അങ്ങനെ എൻ്റെ ഫുൾ ഒരു കംപ്ലീറ്റഡ് സ്ക്രിപ്റ്റാണ് ആദ്യം ഇവരെനിക്ക് തരുന്നത്. അപ്പോൾ അത് വായിച്ചപ്പോൾ എനിക്കൊരു നല്ലൊരു കഥ, അത് നമ്മൾ വിചാരിക്കാത്ത രീതിയിലുള്ളൊരു ട്വിസ്റ്റും ഒക്കെ ഉള്ളൊരു കഥയായിട്ട് എനിക്ക് തോന്നി. ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ എടുക്കാനായിട്ട് സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും ഒരു നല്ലൊരു സിനിമ അനുഭവം പ്രേക്ഷകർക്ക് കൊടുക്കാൻ പറ്റുമെന്നാണ് ഞങ്ങളെല്ലാവരും വിശ്വസിക്കുന്നത്. യാതൊരു എത്തിക്സും ഇല്ലാത്ത സത്യ എന്ന അഡ്വക്കേറ്റായാണ് കുഞ്ചാക്കോ ബോബൻ ഈ സിനിമയിൽ എത്തുന്നത്. മായ എന്ന കോളേജ് വിദ്യാർത്ഥിനിയായി നമിത പ്രമോദും എത്തുന്നു. വളരെ കുറച്ചേ ഉള്ളൂ, എന്നാൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പ്രത്യേക ശൈലിയിലുള്ളൊരു ക്യാരക്ടറാണ്. അതായത് തൃശ്ശൂർ സ്ലാങ്ങാണ് ഈ ക്യാരക്ടർ സംസാരിക്കുന്ന ഒരു അച്ചായനാണ്. ഇനി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ അതിൻ്റെ ആ ത്രില്ലങ്ങ് നഷ്ടപ്പെടും. അതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പറയുന്നില്ല. നെടുമുടി വേണു, കൃഷ്ണ, പി ബാലചന്ദ്രൻ, ജോയ് മാത്യു തുടങ്ങിയ താരങ്ങളും ഈ സിനിമയിൽ അഭിനയിക്കുന്നു. ഡേവിഡ് കാച്ചാപ്പള്ളി നിർമ്മിക്കുന്ന ഈ സിനിമയിൽ നീലാണ് ഛായാഗ്രാഹകൻ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സബ്ജക്റ്റ് ഉണ്ട്. വളരെ സസ്പെൻസ് ഉണ്ട്. ഒരു സസ്പെൻസിന് വേണ്ടിയിട്ടുള്ള സസ്പെൻസ് അല്ല, പക്ഷേ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു നെറേറ്റീവ് സ്റ്റൈലാണ് ഇതിൻ്റെ.
സന്തോഷ് ശർമ്മയുടെ വരികൾക്ക് മെജോ ജോസഫ് ഈണം പകർന്നിരിക്കുന്നു. മനോജാണ് എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നത്. നവാഗതനായ ദേവദാസിൻ്റെയാണ് സ്ക്രിപ്റ്റ്. ഇതിൽ ചാക്കോച്ചനാണ് ഹീറോ ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ ചാക്കോച്ചൻ്റെ മദറായിട്ട് ഞാൻ അഭിനയിക്കുന്നുണ്ട്. എൻ്റെ പാരായിട്ട് ദേവൻ സാറ്, പിന്നെ കുറേ ആർട്ടിസ്റ്റുണ്ട്. ഇതൊരു ഡിഫറെൻറ്റ് സബ്ജക്റ്റാണ്. എനിക്ക് ഇതിലൊരു നല്ല റോളാണ്. നല്ല പടമായി വരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെടും. കോക്ടെയിൽ ഈ അടുത്ത കാലത്ത് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്നീ സിനിമകൾക്ക് ശേഷം അരുൺകുമാർ അരവിന്ദ് സംവിധാനം ചെയ്യുന്ന 1/2 പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ പുരോഗമിക്കുന്നു. ഫഹദ് ഫാസിലാണ് നായകൻ.
അറ്റ്ലസ് ജ്വല്ലറി ഷൂട്ട് ആൻഡ് ഷോയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും പുതിയ സിനിമാ വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച കാണാം. അതുവരേക്കും ബൈ.